തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി തുറന്നുകാട്ടിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഡോക്ടർ ഹാരിസിന്റേത് വിമർശിക്കേണ്ട നടപടിയാണ്. ഡോക്ടറുടെ പരാമർശം പ്രതിപക്ഷത്തിന് ആയുധമായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പറയേണ്ട വേദിയിൽ പറയണമായിരുന്നു. പ്രതിപക്ഷത്തിന് ആയുധം നൽകിയിട്ട് സമരം വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രശ്നമൊക്കെ ഉണ്ടാകും. നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ സംവിധാനങ്ങളുമുള്ള സംസ്ഥാനത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അത് ശ്രദ്ധയിൽപ്പെട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷ മേഖലയാണ് കേരളം. ലോകം തന്നെ പ്രശംസിക്കുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനമാണ് കേരളം. ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലുടൻ കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നുവെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് UDF എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിന് പ്രശ്നങ്ങളില്ലെന്നും എന്നാൽ മാധ്യമങ്ങൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ അവരുടേതായ പ്രതികരണമുണ്ടാകും. ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് അത് ഉപയോഗിച്ചതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. UDFൽ ഒത്തൊരുമയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. അവിടെ ക്യാപ്റ്റനും മേജറുമൊക്കെയാണ്. CPMന് ക്യാപ്റ്റൻ ഉണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. UDFൽ അവർ തന്നെയാണ് പറയുന്നത് ക്യാപ്റ്റനാണെന്നും മേജറാണെന്നും. അതുപോലെ CPMൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടു.